കഴിഞ്ഞ 10 വർഷക്കാലം തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ മുഖമുദ്രയാക്കിയ ഇടതു സർക്കാരിനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജീവനക്കാർ ശക്തമായി പ്രതികരിച്ചതായും അതിന്റെ ഫലം മെയ് 4-ന് അറിയാമെന്നും NGO അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉമാശങ്കർ പറഞ്ഞു. NGO അസോസിയേഷൻ പൊന്നാനി ബ്രാഞ്ച് വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ജീവനക്കാർക്ക് അനുകൂലമായ നിലപാടുകൾ കൈക്കൊള്ളുമെന്നും കഴിഞ്ഞ 10 വർഷം വിഷമതകൾ സഹിച്ച ജീവനക്കാരെ നിരാശരാക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നടപ്പിലാക്കപ്പെടുന്ന വകുപ്പുകളിൽ അതിന്റെ പ്രായോഗികമല്ലാത്ത രീതിയിൽ സ്ഥലമാറ്റങ്ങൾ തുടരുന്നു. 2017 കഴിഞ്ഞ് 22-ൽ എത്തി നിൽക്കുന്ന ഈ ഘട്ടത്തിലും നടപ്പിലാക്കപ്പെട്ട വകുപ്പുകളിൽ നടപ്പിലാക്കാൻ സമയമെടുത്തു. നടപ്പിലാക്കാൻ കോടതിയിൽ പോകേണ്ടി വന്നു. കോടതിയിൽ പോയി നടപ്പിലാക്കപ്പെട്ട സ്ഥലമാറ്റ ചട്ടങ്ങൾ അത് അട്ടിമറിക്കപ്പെട്ടുകൊണ്ടാണ് കേരളത്തിൽ സ്ഥലമാറ്റങ്ങൾ തുടരുന്നത്. സിവിൽ സപ്ലൈസ് വകുപ്പിൽ ഇവിടെ ജീവനക്കാരുണ്ടെങ്കിൽ സിവിൽ സപ്ലൈസ് വകുപ്പിൽ പൊതുസ്ഥലമാറ്റം നടക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ട പ്രമോഷനുകൾ തടസ്സപ്പെടുന്നു. പൊതുമരാമത്ത് വകുപ്പിൽ സ്ഥലമാറ്റ ചട്ടത്തിന്റെ ഭാഗമായ വിശേഷ ചട്ടം ഉണ്ടാക്കിയിട്ടില്ല. ഇങ്ങനെ കേരളത്തിലെ 100-ലധികം വരുന്ന വകുപ്പുകളിൽ തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് എഴുതി വെക്കപ്പെട്ട ചട്ടങ്ങൾ അട്ടിമറിച്ച് തുടരുന്ന സ്ഥലമാറ്റങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലം പരിധിയില്ലാതെ സമാനതകളില്ലാതെ തുടരുന്ന സമീപനത്തിലേക്ക് ഗവൺമെന്റും അതിന് നേതൃത്വം നൽകുന്ന ആളുകൾ മുന്നോട്ടേക്ക് പോയി. ബ്രാഞ്ച് പ്രസിഡന്റ് MT വേണു അധ്യക്ഷനായിരുന്നു. ജില്ലാ പ്രസിഡന്റ് സുനിൽ കാരക്കോട്, സംസ്ഥാന കമ്മിറ്റി അംഗം AK പ്രവീൺ, ജില്ലാ സെക്രട്ടറി ഷബീർ അലി, ജില്ലാ വൈസ് പ്രസിഡന്റ് VS പ്രമോദ്, PB കൃഷ്ണദാസ് എന്നിവർ സംസാരിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന അബ്ദുൽ മജീദ്, ഉദയകുമാർ എന്നിവർക്ക് ഉപഹാരം സമർപ്പിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി സാബിക് സ്വാഗതവും ട്രഷറർ KV പ്രമോദ് നന്ദിയും പറഞ്ഞു.